വെൽക്കം ബാക്ക് ടു അറബി അക്കാദമി. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മൊഡ്യൂൾ 1-ലെ ചാപ്റ്റർ 4 മിസ് ഗി എന്ന് പറയുന്ന ഒരു പദ്യമാണ്. വളരെ സിമ്പിളായിട്ടുള്ള പദ്യമാണ്, ഒരു കഥാരൂപത്തിൽ പറയുന്ന ഒരു പദ്യമാണ്. അതുകൊണ്ട് തന്നെ W.H. ഓഡൻ എന്ന് പറയുന്നത് കുറെ കൂടി മുമ്പുണ്ടായിരുന്ന ഒരു മോഡേൺ യുഗത്തിലെ, ആധുനിക യുഗത്തിലെ കവിയല്ല, കുറച്ചുകൂടെ അതിന് മുമ്പ് തൊട്ട് മുമ്പുണ്ടായിരുന്ന ഒരാളാണ്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കവി കൂടിയാണ് W.H. ഓഡൻ. അവരുടെ വളരെ രസകരമായിട്ടുള്ള കവിതയാണ് മിസ് ഗി എന്ന് പറയുന്നത്. ഒന്ന് ഇൻട്രൊഡക്ഷൻ വായിച്ചു നോക്കാം. W.H. ഓഡൻ 1907-1973. W.H. ഓഡൻ ജീവിച്ചിരുന്ന കാലമാണ് ഈ പറയുന്നത്. 1907 മുതൽ 1973 വരെ ജീവിച്ചിരുന്ന ഒരാളാണ് W.H. ഓഡൻ. ഈസ് എൻ ഇൻഫ്ലുവൻഷ്യൽ ഇംഗ്ലീഷ് പോയറ്റ്. ഇംഗ്ലീഷ് കവികളുടെ കൂട്ടത്തിൽ വളരെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരാളാണ് W.H. ഓഡൻ. അതുപോലെ പ്ലേ റൈറ്റ് മീൻ ഹു റൈറ്റ്സ് ദി ഡ്രാമ. പ്ലേ റൈറ്റ് മീൻസ് നാടകങ്ങൾ എഴുതിയിട്ടുള്ള ഒരാളാണ്. ക്രിറ്റിക് എന്ന് പറഞ്ഞാൽ വിമർശകനാണ്, നിരൂപകനാണ് അദ്ദേഹം. ആൻഡ് ലിബററ്റിസ്റ്റ് ഓഫ് ദ 20th century. 20ാം നൂറ്റാണ്ടിൻ്റെ സ്വതന്ത്ര ചിന്താവാദി കൂടിയായിരുന്നു W.H. ഓഡൻ. സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കെല്ലാം അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു വാദമാണ്. നമ്മളെ പല സംഗതികൾക്കും നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. മതത്തിന്റെ പേരിൽ ലിമിറ്റേഷൻസ് ഉണ്ടാവാം, സമൂഹത്തിന്റെ പേരിൽ ലിമിറ്റേഷൻസ് ഉണ്ടാവാം. അത്തരത്തിലുള്ള ലിമിറ്റേഷൻസുകളും ഒന്നും ഇല്ലാതെ ജീവിക്കാൻ സാധിക്കണം മനുഷ്യന് എന്ന് പറയുന്ന വാദമാണ് ലിബററ്റിസ്റ്റ്. അപ്പൊ 20ാം നൂറ്റാണ്ടിലെ ഒരു ലിബററ്റിസ്റ്റ് ആയിരുന്നു W.H. ഓഡൻ. He is considered one of the major poets of Britain, along with W.B. Yeats and T.S. Eliot. W.B. Yeatsനെ പോലെ T.S. എലിയറ്റിനെ പോലെ വളരെ പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് പോയറ്റുകളിൽ ഒരാളായിട്ടാണ് W.H. ഓഡനെയും എണ്ണപ്പെടുന്നത്. ദാറ്റ് മീൻസ് വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു എന്നർത്ഥം. ദാറ്റ്സ് ഓൾ. ഈസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ബ്രിട്ടൻ. അദ്ദേഹം ജനിച്ചതും വളർന്നതും ബ്രിട്ടനിലാണ്. ആൻഡ് ഹി ലേറ്റർ മൂവ്ഡ് ടു ദി US. പിന്നീട് അവർ US-ലേക്ക് പോയി. ഹിസ് ഫാദർ വാസ് എ ഫിസീഷ്യൻ. അവരുടെ അച്ഛൻ ഒരു ഫിസീഷ്യൻ ആയിരുന്നു. ഫിസീഷ്യൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ ആയിരുന്നു. ഹിസ് ഫാദർ വാസ് എ ഫിസീഷ്യൻ, വെൽ വേഴ്സ്ഡ് ഇൻ മിത്തോളജി ആൻഡ് ഫോക്ക് US. ഫിസീഷ്യൻ ആണ് എന്ന് മാത്രമല്ല, വെൽ വേഴ്സ്ഡ് ഇൻ മിത്തോളജി. മിത്തോളജിയിൽ നന്നായിട്ട് കവിത എഴുതുന്ന ഒരാളായിരുന്നു. ഈ പുരാണങ്ങളിൽ നന്നായിട്ട് കവിത എഴുതുന്ന ഒരാൾ കൂടെയായിരുന്നു. ആൻഡ് ഫോക്ക് US നാടൻ പാട്ടുകൾ എഴുതുന്ന ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ. ആൻഡ് ഹിസ് മദർ വാസ് എ സ്ട്രിക്റ്റ് ആംഗ്ലിക്കൻ. അവരുടെ അമ്മ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ആംഗ്ലിക്കൻ ആണ്. ആംഗ്ലിക്കൻ എന്ന് പറഞ്ഞാൽ ആംഗ്ലോ വംശജയാണ്, ബ്രിട്ടീഷ് വംശജയാണ് ആംഗ്ലിക്കൻ. അതായത് ഇയാൾ US ആണ്, അമ്മ ആംഗ്ലിക്കാണ്. US ആൻഡ് ആംഗ്ലിക്, ബ്രിട്ടൻ ആൻഡ് അമേരിക്ക. ബോത്ത് ഓഫ് ദം എക്സേർറ്റഡ് സ്ട്രോങ് ഇൻഫ്ലുവൻസസ് ഓൺ ഹിസ് പോയട്രി. ഈ രണ്ടുപേരും അദ്ദേഹത്തിന്റെ കവിതയെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് എന്നതാണ് സത്യം. അപ്പോൾ ആരാണ് W.H. ഓഡൻ എന്ന ചിത്രം മനസ്സിലായിട്ടുണ്ടാകും അല്ലേ? ഇംഗ്ലീഷ് ലോകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കവിയാണ്, പ്ലേ റൈറ്റ് ആണ്, ക്രിറ്റിക് ആണ്, ലിബററ്റിസ്റ്റ് ആണ്. പിന്നെ അവർ ജനിക്കുന്നതും വളരുന്നതൊക്കെ ബ്രിട്ടനിലും പിന്നീട് US-ലേക്ക് പോയി. അച്ഛൻ എങ്ങനെയാണ്, അമ്മ എങ്ങനെയാണ്, അമ്മയും അച്ഛനും അദ്ദേഹത്തിന്റെ കവിതകൾ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഫിസീഷ്യനാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ കവിതകളൊക്കെ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. ഓഡൻസ് പോയറ്റിക് ഔട്ട്പുട്ട് വാസ് പ്രൊലിഫിക്. ഓഡന്റെ ഈ ഒരു പോയറ്റിക് ഔട്ട്ബുക്ക്, ഈ കവിതാപരമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഉണ്ടല്ലോ, അത് ഭയങ്കര സംഭവമാണ്. വാസ് പ്രൊലിഫിക്, കമ്മിങ് ടു അറൌണ്ട് 400 poems. നമുക്കത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത്
അദ്ദേഹം 400 കവിതകൾ എഴുതിയിട്ടുണ്ട്, 400 poems. During his younger days, അദ്ദേഹത്തിന്റെ ചെറുപ്പ കാലഘട്ടത്തിൽ, during his younger days, ചെറുപ്പ കാലഘട്ടത്തിൽ, he was influenced by old English verse. പഴയ ഇംഗ്ലീഷ് കവിതകളാൽ അദ്ദേഹം സ്വാധീനിക്കപ്പെട്ടു. പഴയ ഇംഗ്ലീഷ് കവിതന്റെ പ്രത്യേകത വേർഡുകൾ ഇംഗ്ലീഷ് പഴയതാണ്, അതിന്റെ രീതി വ്യത്യാസങ്ങളുണ്ട്, അതാണ് ഓൾഡ് ഇംഗ്ലീഷ് വേഴ്സ്. അതേപോലെ തന്നെ ഹി വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഓൾഡ് ഇംഗ്ലീഷ് വേഴ്സ് ആൻഡ് ദ പോയംസ് ഓഫ് തോമസ് ഹാർഡി. അതേപോലെ ആധുനിക യുഗത്തിലേക്ക് വരുമ്പോൾ പുതിയ കാലഘട്ടത്തിലെ കവികളാണ് തോമസ് ഹാർഡി, റോബർട്ട് ഫ്രോസ്റ്റ്, വില്യം ബ്ലേക്ക് ആൻഡ് എമിലി ഡിക്കിൻസൺ. ഇവരുടെ പോയംസുകളെല്ലാം അദ്ദേഹം സ്വാധീനിക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ഓൾഡ് ഇംഗ്ലീഷ് പോയംസുകളെയും ന്യൂ ഇംഗ്ലീഷ് പോയംസുകളും അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നർത്ഥം. ഈ പേരുകളൊക്കെ വളരെ പ്രധാനപ്പെട്ട പേരുകളാണ്, നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, കണ പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. തോമസ് ഹാർഡി, റോബർട്ട് ഫ്രോസ്റ്റിന്റെ കവിതയാണ് നമ്മൾ തൊട്ടുമുമ്പ് പഠിച്ചത്, ദ റോഡ് നോട്ട് ടേക്കൻ. വില്യം ബ്ലേക്ക് ആൻഡ് എമിലി ഡിക്കിൻസൺ, ഇവരുടെ കവിതകളെല്ലാം അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അതോടൊപ്പം he was influenced by old English verse. Auden was professor of poetry at Oxford University. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പോയട്രിയുടെ പ്രൊഫസർ ആയിരുന്നു ഓഡൻ. While at Oxford, Auden was introduced to modernist poetry. ഓക്സ്ഫോർഡിൽ അദ്ദേഹം മോഡേണിസ്റ്റ് പോയട്രി പരിചയപ്പെട്ടു. മോഡേണിസ്റ്റ് പോയട്രി എന്ന് പറഞ്ഞാൽ ആധുനിക കവിതകൾ. T.S. Eliot exerted a deep influence in him. അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ച ഒരാൾ T.S. എലിയറ്റ് ആയിരുന്നു. He became part of a group of writers like Stephen Spencer, C.T. Lewis and Louis MacNeice. അദ്ദേഹം ഒരു കൂട്ടം എഴുത്തുകാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, എ ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ്. അതിനൊരു ഭാഗമായി തീർന്നു. ആരൊക്കെയായിരുന്നു ആ ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സിൽ ഉണ്ടായിരുന്നു? സ്റ്റീഫൻ സ്പെൻസർ, C.T. ലെവിസ് ആൻഡ് ലൂയിസ് മക്നീസ്. ഇവർ ശരിക്കു പറഞ്ഞാൽ ഇവർ ഹു കെയിം ടു ബി കോൾഡ് ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്. ഇവരെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് എന്നാണ് പറയപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ ഓഡൻ ജനറേഷൻ എന്ന് പറഞ്ഞിരുന്നത്, ദ ഓഡൻ ജനറേഷൻ. അപ്പോൾ ദ ഓഡൻ ജനറേഷൻ അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം എഴുത്തുകാരുടെ ഒരു കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഒരു അംഗമായിരുന്നു W.H. ഓഡൻ. ദ ഗ്രൂപ്പ് വാസ് മാർക്സിസ്റ്റ്. ഈ ഗ്രൂപ്പിന്റെ പ്രത്യേകത അവർ മാർക്സിസ്റ്റ് ആയിരുന്നു, കമ്മ്യൂണിസ്റ്റുകളായിരുന്നു. ആൻഡ് ആന്റി ഫാഷിസ്റ്റ്, അവർ ആന്റി ഫാഷിസ്റ്റ് ആയിരുന്നു. ആൻഡ് അഡ്രസ്ഡ് സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് കൺസേൺസ് ഇൻ ദർ റൈറ്റിംഗ്സ്. അവരുടെ എഴുത്തുകളിൽ സോഷ്യൽ, പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായ ആൻഡ് എക്കണോമിക് സാമ്പത്തികപരമായ കൺസേൺസുകളെ അതവരുടെ എഴുത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. കൺസേൺസ് എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ, ഉത്കണ്ഠകൾ, അതിനൊക്കെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം, അത് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചുള്ള അഡ്രസ് നമുക്ക് ആ കവിതകളിൽ കാണാമായിരുന്നു. Auden had a very enduring relationship with the writer. ഓഡന് വളരെ പ്രഖ്യാതമായിട്ടുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു ഒരു റൈറ്ററുമായിട്ട്. ഏതാണ്? ക്രിസ്റ്റഫർ ഇസവൂറ്റ്, അവരുമായിട്ട്. Both of them supplanting each other's literary taste. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ലിറ്റററി സാഹിത്യപരമായ ടേസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാറുണ്ടായിരുന്നു. Auden's poetry was encyclopedic in range. യഥാർത്ഥത്തിൽ ഓഡന്റെ കവിതകളെല്ലാം എൻസൈക്ലോപീഡിയാക്കാണ്. എൻസൈക്ലോപീഡിയാക്ക് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെ കുറിച്ചും അഭിപ്രായം പറയുന്ന, എല്ലാത്തിനെ കുറിച്ചും വിവരമുള്ള ഒരു കവിതയാണ്. സബ്ജക്ട് മാറ്റർ ആൻഡ് ഫോം, രണ്ട് കാര്യത്തിൽ അത് എൻസൈക്ലോപീഡിയാക്കാണ്. ഒന്ന് സബ്ജക്ട് മാറ്റർ വിഷയത്തിൽ, സബ്ജക്ട് മാറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ വിഷയം, ആൻഡ് ഫോം അതിന്റെ ഘടന. ഈ രണ്ട് കാര്യത്തിലും അദ്ദേഹത്തിന്റെ കവിതകൾ എൻസൈക്ലോപീഡിയാക്കാണ്. He tried both experimental, modernist style of writing as well as traditional forms like ballads, limericks, haiku, tanka. എൻസൈക്ലോപീഡിയക്ക് എന്ന് പറഞ്ഞ ഫോമിൽ, എൻസൈക്ലോപീഡിയക്ക് എന്ന് പറഞ്ഞ ഡിഫറെന്റ് ഫോംസുകൾ അദ്ദേഹം എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മോഡേൺ സ്റ്റൈൽ എക്സ്പെരിമെന്റ് ചെയ്തു. മോഡേൺ സ്റ്റൈൽ അദ്ദേഹത്തിന്റെ കവിതകളിൽ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമം നടത്തി. രണ്ട് ട്രഡീഷണൽ ഫോംസ്, നമ്മുടെ പാരമ്പര്യ രീതികൾ ലൈക്ക് ബലാഡ്സ്, നാടൻ പാട്ടൊക്കെ പോലെ, ലിമറിക്സ്, ഹൈക്കു, ടാങ്ക, അതൊക്കെ പറഞ്ഞ് ഒരു ട്രഡീഷണൽ ഫോമുകളാണ്, മുമ്പേ ഉണ്ടായിരുന്ന ഫോമുകളാണ്. ആ രീതിയിലും അദ്ദേഹം കവിതകൾ എഴുതി. മോഡേൺ സ്റ്റൈലിലും അദ്ദേഹം കവിതകൾ എഴുതി. അങ്ങനെ ഒരുപാട് എക്സ്പെരിമെന്റൽ കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകമായ ഒരു രീതിയിലും സ്ട്രക്ചറിലും സബ്ജക്ട് മാറ്ററിലും അല്ല അദ്ദേഹം കവിത എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കവിതകളൊക്കെ എൻസൈക്ലോപീഡിയാക്കാണെന്ന് പറയും.
ദ എഫക്ട് ഓഫ് ഫാമിലി ഗോസ്റ്റ്, എ ടേം ദാറ്റ് ഹി കോയിൻഡ്. അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു പദമാണ് ഫാമിലി ഗോസ്റ്റ്, കുടുംബ പ്രേതങ്ങൾ നടത്തുന്നത്. ഈ പദം ഹി കോയിൻഡ്, അദ്ദേഹം ഈ പദം ഉണ്ടാക്കി, സ്വയം അദ്ദേഹം ഉണ്ടാക്കിയൊരു പദമാണ് ഫാമിലി ഗോസ്റ്റ്. ടു കനോട്ട് സൈക്കോളജിക്കൽ ഇഫക്ട്സ് ഓഫ് ദ പ്രൊസീഡിംഗ് ജനറേഷൻസ് ഓൺ ആൻ ഇൻഡിവിജ്വൽ. അത് എന്തിനെ സൂചിപ്പിക്കാനാണ് അദ്ദേഹം പറഞ്ഞത്? ടു കനോട്ട് എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുക ദ സൈക്കോളജിക്കൽ ഇഫക്ട്സ്, മാനസിക ഇഫക്റ്റുകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓൺ ഓഫ് ദ പ്രൊസീഡിംഗ് ജനറേഷൻ, നമ്മുടെ മുൻകാലത്തുണ്ടായിരുന്ന തലമുറയുടെ ഒരു എഫക്റ്റ്, സൈക്കോളജിക്കൽ എഫക്റ്റ് ഓൺ ആൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയില് മുൻകാലത്തുണ്ടായിരുന്ന തലമുറയുടെ സൈക്കോളജിക്കൽ എഫക്റ്റ് ഇടക്കിടക്ക് അദ്ദേഹം ഇങ്ങനെ കാണിക്കും. അതിനെ കനോട്ട് ചെയ്യാൻ, ഡിനോട്ട് ചെയ്യാൻ, അതിനെ സൂചിപ്പിക്കാൻ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു പദമാണ് ഫാമിലി ഗോസ്റ്റ്. റിക്കേഴ്സ് ഇൻ പോയംസ്, അത് അദ്ദേഹത്തിന്റെ കവിതയിൽ ഇടക്കിടക്ക് ഇങ്ങനെ വരും. ഡ്യൂറിംഗ് ഹിസ് ഏർലി പീരിയഡ്, അദ്ദേഹത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ, ഹി വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫിലോസഫി ഓഫ് മാക്സ് ആൻഡ് ഫ്രോയിഡ്. അദ്ദേഹത്തിന് മാക്സിന്റെയും ഫ്രോയിഡിന്റെയും ഫിലോസഫി ഭയങ്കര ഇഷ്ടമായിരുന്നു, സ്വാധീനിക്കപ്പെട്ടു. ഡിസില്യൂഷൻഡ് വിത്ത് ദ ലെഫ്റ്റ് ഐഡിയോളജി, ഈ ഐഡിയോളജി ഒഴിവാക്കിയിട്ട്, ഡിസില്യൂഷൻഡ് വിത്ത് ദ ലെഫ്റ്റ് ഐഡിയോളജി, ഈ ഐഡിയോളജി അദ്ദേഹം ഒഴിവാക്കിയിട്ട് ഹി റിട്ടേൺ ടു ക്രിസ്ത്യാനിറ്റി, പിന്നീട് അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയിലേക്ക് മടങ്ങി വന്നു. which he had abandoned at the age of 15. 15-ാമത്തെ വയസ്സിൽ അദ്ദേഹം ക്രിസ്ത്യാനിറ്റി ഉപേക്ഷിച്ചതാണ്. പിന്നീട് അദ്ദേഹം മാർക്സിസ്റ്റായി, ഫ്രോയിഡായി, അങ്ങനെയൊക്കെ പോയി. പിന്നീട് കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഐഡിയോളജിക്ക് അദ്ദേഹം വടിയിൽ ഉപേക്ഷിച്ചു, അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയിലേക്ക് തിരിച്ചു വന്നു. According to Hannah Arendt, the changes in his stances were a natural response to changes of his times. ഹന എറൻറ്റ് പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ സ്റ്റാൻഡുകളിലുള്ള, അതായത് നിലപാടുകളിലുള്ള ഈ മാറ്റം എന്ന് പറഞ്ഞല്ലോ, അത് were the natural responses to the changes of his times. തൻ്റെ കാലഘട്ടത്തിലെ മാറ്റങ്ങൾക്ക് ഉള്ള ഒരു നാച്ചുറൽ റെസ്പോൺസ് മാത്രമാണ്. തൻ്റെ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് അദ്ദേഹവും മാറുന്നു, അത്രേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. He won the Pulitzer Prize of Poetry for his poem The Age of Anxiety. അദ്ദേഹത്തിന് പുലിറ്റ്സർ പ്രൈസ് കിട്ടി. ഏത് കവിതക്കാണ്? The Age of Anxiety. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. The title of which was used to describe his age. ഈ ഏജ് ഓഫ് ആങ്ഷിറ്റി എന്ന് പറഞ്ഞ കവിത ശരിക്ക് അദ്ദേഹം അതിൽ യൂസ് ടു ഡിസ്ക്രൈബ് ഹിസ് ഏജ്, തൻ്റെ വയസ്സ്, തൻ്റെ കാലത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ കവിത എഴുതിയിട്ടുള്ളത്. ആ കവിതന്റെ പേരാണ് ദ ഏജ് ഓഫ് ആങ്ഷിറ്റി. അതിന് അദ്ദേഹത്തിന് പുലിറ്റ്സർ പ്രൈസ് കിട്ടുകയും ചെയ്തു. പുലിറ്റ്സർ പ്രൈസ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. സം ഓഫ് ഹിസ് മേജർ വർക്ക്സ് ആർ പോയംസ്. അദ്ദേഹത്തിന്റെ ചില വർക്കുകൾ പറയാൻ പോവാണ്. ഒന്ന് പോയംസ്, ദ ഒറേറ്റേഴ്സ്, The Dance of Death, മരണത്തിന്റെ നൃത്തം, The Dog Beneath the Skin, The Ascent of F6, Look Stranger, and The Shield of Achilles. അദ്ദേഹത്തിന്റെ വളരെ അക്ലൈംഡ് ക്രിറ്റിക്കൽ വർക്ക്, ഒരു ക്രിറ്റിക്കൽ വർക്ക് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, എൻചാഫ്റ്റ് ഫ്ലേറ്റ്. അത് വളരെ ക്രിറ്റിക്കൽ ആയിട്ടുള്ള, വളരെ എൻക്ലൈംഡ് ആയിട്ടുള്ള, വളരെ എന്താ പറയുക, പ്രശസ്തം നേടിയിട്ടുള്ള ഒരു ക്രിറ്റിക്കൽ വർക്കാണത്. മിസ്ഗി is a poem written in the form of ballad. മിസ്ഗി എന്ന് പറയുന്നത് ഒരു ബാലറ്റ് രൂപത്തിൽ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. മിസ്ഗി is a poem written in the form of ballad that deals with the theme of individual failure. അത് ഉപയോഗിക്കുന്ന തീം എന്താണ്? that deals with the theme of individual failure. വ്യക്തിപരമായ ഒരു പരാജയത്തിനെ പറ്റി പറയുന്ന ഒരു കവിതയാണത്. It describes in a satirical vein. അത് പറയുന്നത് in a satirical vein. Satirical vein എന്ന് പറഞ്ഞാൽ വളരെ പരിഹാസരൂപണത്തിൽ the unconsummated life of a single woman. ഒരു ഒറ്റക്ക് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഒന്നുമല്ലാത്തൊരു ജീവിതത്തെ പറ്റി പറയുന്നത്. who becomes the symbol of repressed sexuality. അവര് ശരിക്കും പറഞ്ഞ who becomes the symbol of repressed sexuality. അടിച്ചമർത്തപ്പെട്ട ലൈംഗികതയുടെ ഒരു അടയാളമായിട്ട് കരുതപ്പെടുന്ന ഒരു പെൺകുട്ടി. The poem begins with tunes St. James Infirmary. ഈ പോയം തുടങ്ങുന്നത് സെന്റ് ജെയിംസ് ഇൻഫർമറി എന്ന ട്യൂണിലാണ്, എന്ന നാടൻപാട്ടിന്റെ, അവിടെയുള്ള നാടൻപാട്ടിന്റെ ട്യൂണാണത്. which is a blue standard poem about the black working class. ഒരു ബ്ലാക്ക് വർക്കിംഗ് ക്ലാസ്, കറുത്ത വർക്കിംഗ് ക്ലാസ്, ജോലിയെടുക്കുന്ന വിഭാഗക്കാർ, അവരെ കുറിച്ച് പറയുന്ന ഒരു ബ്ലൂ സ്റ്റാൻഡേർഡ് പോയമാണ് സെന്റ് ജെയിംസ് ഇൻഫർമറി. അതിൻ്റെ ഒരു രീതിയിലാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. The social and political repressions of the black is contrasted with the sexual repression of Miss Gee.
നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബ്ലാക്കുകൾ ഒരു സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ റെപ്രഷൻ നേടുന്നവരാണ് അല്ലേ? സാമൂഹ്യപരമായ രാഷ്ട്രീയപരമായ റെപ്രഷൻ നേരിടുന്നവരാണ് അവർ. അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള മിസ്ഗിയുടെ സെക്ഷൽ റെപ്രഷനുമായിട്ട് നേരെ വിപരീതമാണ്. എന്നാലും അവരുടെ കാര്യങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ള അതേ കവിതയുടെ രീതിയിൽ തന്നെയാണ് ഇതും എഴുതിയിട്ടുള്ളത്. ദ പോയം എൻഡ്സ് ഓൺ എ ട്രാജിക് നോട്ട്. ഈ പോയം ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാജഡിയാണ്. ട്രാജഡി എന്ന് പറഞ്ഞാൽ ട്രാജഡിയിലാണ് അത് അവസാനിക്കുക എന്നർത്ഥം. ഓക്കെ, നമുക്ക് ഈ പോയത്തിന്റെ ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നമുക്കതിൻ്റെ ടെക്സ്റ്റ് വായിച്ചു നോക്കാം. സിമ്പിളാണ് കേട്ടോ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിന് ട്യൂൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സെന്റ് ജെയിംസ് ഇൻഫർമറി. എന്താണ് ട്യൂൺ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. നമുക്ക് എസ് എഴുതുമ്പോൾ, പാരഗ്രാഫ് എഴുതുമ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ട്യൂൺ എന്താണ്? സെന്റ് ജെയിംസ് ഇൻഫർമറി. നോക്കാം. ലെറ്റ് മി ടെൽ യു എ ലിറ്റിൽ സ്റ്റോറി. ലെറ്റ് മി ടെൽ യു എ ലിറ്റിൽ സ്റ്റോറി. ഞാൻ നിങ്ങളോടൊരു ചെറിയ കഥ പറയട്ടെ. അബൌട്ട് മിസ് എഡിത്ത് ഗീ. മിസ് എഡിത്ത് ഗീയെ പറ്റി ഒരു ചെറിയ കഥ ഞാൻ പറയാം. ഷി ലിവ്ഡ് ഇൻ ക്ലെവ്ഡോൺ ടെറസ്. അവൾ ജീവിച്ചത് ഒരു ക്ലെവ്ഡോൺ ടെറസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അറ്റ് നമ്പർ 83 നമ്പറിലുള്ള ഒരു ക്ലെവ്ഡോൺ ടെറസിലാണ് അവൾ ജീവിച്ചത്. ഇത് ഈ ഒരു ഭാഗം മനസ്സിലാക്കുക, ഇവിടെ ജീവിച്ചു എന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കണം. ഷി ഹാഡ് എ സ്ലൈറ്റ് സ്ക്വിൻറ്റ് ഇൻ ഹെർ ലെഫ്റ്റ് ഐ. അവളുടെ ഒരു കോലം, അവളുടെ ഒരു ഫിസിക്കൽ നേച്ചർ പറയുന്നു. ഷി ഹാഡ് എ സ്ലൈറ്റ് സ്ക്വിൻറ്റ് ഇൻ ഹെർ ലെഫ്റ്റ് ഐ. അവളുടെ ഇടതു കണ്ണിൽ ഒരു ചെറിയ ഒരു അടയാളമുണ്ട്. ഹെർ ലിപ്സ് വർ തിൻ ആൻഡ് സ്മോൾ. അവളുടെ ചുണ്ടുകൾ കട്ടി കുറഞ്ഞതാണ്, ചെറുതാണ്. ഷി ഹാഡ് നാരോ സ്ലോപ്പിംഗ് ഷോൾഡേഴ്സ്. അവളുടെ ഷോൾഡറുകൾ ഇങ്ങനെ വീതിക്കുള്ളതല്ല, ചെറിയൊരു സ്ലോപ്പിംഗ് ഉള്ള ഷോൾഡറാണ് അവൾക്കുള്ളത്. ആൻഡ് ഷി ഹാഡ് നോ ബസ്റ്റ് അറ്റ് ഓൾ. ബസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു അസ്ഥികൂടം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ, ബസ്റ്റ് എന്ന് പറയുന്നത് ശരിക്ക് പിന്നെ വുമൻസ് ചെസ്റ്റ് ആസ് മെഷേർഡ് അറൌണ്ട് ഹെർ ബ്രസ്റ്റ്. സ്ത്രീകളുടെ മാറിടത്തെ പറ്റിയാണ് ആ പറയണത്. ഷി ഹാഡ് നോ ബസ്റ്റ് അറ്റ് ഓൾ. അവർക്ക് ശരിക്കും പറഞ്ഞാൽ മാറിടം ഉണ്ടായിരുന്നില്ല. ഷി ഹാഡ് നോ ബസ്റ്റ് അറ്റ് ഓൾ. അപ്പോൾ ഇവളുടെ ഒരു ഫിസിക്കൽ നേച്ചർ എങ്ങനെയാണ് എന്നിവിടെ പറഞ്ഞു കഴിഞ്ഞു. സ്ക്വിൻറ്റ് ഇൻ ലെഫ്റ്റ് ഐ, ലിപ്സ് thin and small, narrow sloping shoulders, and she had no bust at all. അവൾക്ക് മാറിടം തീരെ ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവളുടെ ഫിസിക്കൽ നേച്ചറിനെ പറ്റിയുള്ള ഒരു ഭാഗം പലപ്പോഴും നമ്മോട് ചോദിക്കാറുണ്ട്. She had a velvet hat with trimmings and a dark grey serge costume. അവളുടെ വസ്ത്രത്തെ പറ്റിയാണ് പറയുന്നത്. ഷി ഹാഡ് എ വെൽവെറ്റ് ഹാറ്റ്. ഒരു വെൽവെറ്റ് ഹാറ്റ് ഉണ്ടായിരുന്നു. ഹാറ്റ് ക്യാപ്പ്, തൊപ്പി, വൈറ്റ് ട്രിമ്മിങ്സ്. അതിനിങ്ങനെ ഒരു ചെറിയൊരു അരികു പോലെ പൊന്തി കിടക്കുന്ന സാധനം ഉണ്ടായിരുന്നു. സാധാ തൊപ്പിയുടെ അറ്റം ഇങ്ങനെ പൊന്തി കിടക്കുമല്ലോ, അതേപോലെ. ആൻഡ് എ ഡാർക്ക് ഗ്രേ സേജ് കോസ്റ്റ്യൂം. ഒരു ഇരുണ്ട കളറുള്ള ഒരു കോട്ട് പോലെയുള്ള ഒരു വസ്ത്രം അവൾക്കുണ്ടായിരുന്നു. ഷി ലിവ്ഡ് ഇൻ എ ക്ലെവ്ഡൺ ടെറസ്. അവള് ക്ലെവ്ഡൺ ടെറസിലാണ് ജീവിച്ചിരുന്നത്. ഇൻ എ സ്മോൾ ബെഡ് സിറ്റിംഗ് റൂം. ഒരു ചെറിയ ബെഡ് ഒതുക്കി വെച്ചിരിക്കുന്ന റൂമിലാണ് അവൾ താമസിച്ചിരുന്നത്. ഷി ഹാഡ് എ പേർപ്പിൾ മാക്ക് ഫോർ വെറ്റ് ഡേയ്സ്. അവൾക്ക് തണുപ്പുള്ള ദിവസങ്ങളിൽ, മഞ്ഞുള്ള ദിവസങ്ങളിലൊക്കെ ധരിക്കാനൊരു പേർപ്പിൾ കളറുള്ള ഒരു ചെറിയൊരു മാക്ക് ഉണ്ടായിരുന്നു. മാക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ ഉടുപ്പാണ് ഉദ്ദേശിക്കുന്നത്. എ ഗ്രീൻ അംബ്രല്ല ടു ടേക്ക്. ഒരു പച്ച ഒരു കോടയും അവളുടെ കയ്യിലുണ്ടായിരുന്നു, ടു ടേക്ക്, എടുക്കാൻ. ഷി ഹാഡ് എ ബൈസിക്കിൾ വിത്ത് എ ഷോപ്പിംഗ് ബാസ്ക്കറ്റ്. ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു അവൾക്ക്. ഷി ഹാഡ് എ ബൈസിക്കിൾ വിത്ത് ഷോപ്പിംഗ് ബാസ്ക്കറ്റ്. ഒരു ഷോപ്പിംഗ് ബാസ്ക്കറ്റോട് കൂടിയ ഒരു ബൈസിക്കിൾ നമ്മൾ കണ്ടിട്ടില്ലേ? പെൺകുട്ടികളുടെ ഒരു ബൈസിക്കിൾ, അതിന്റെ മുന്നിൽ തന്നെ ഒരു ചെറിയ കൊട്ട ഉണ്ടാവും. ആൻഡ് എ ഹാർഷ് ബാക്ക് പെഡൽ ബ്രേക്ക്. വളരെ കട്ടിയുള്ള
ഒരു ബാക്ക് പെഡൽ ബ്രേക്ക് ഉണ്ട്. ബാക്ക് പെഡൽ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പെഡൽ എന്ന് ഉദ്ദേശിച്ചത് പെഡലാണ്. പിന്നെ നമ്മളിപ്പോൾ സൈക്കിളിന്റെ ആ ഒരു നമ്മൾ ചവിട്ടാൻ ഉപയോഗിക്കുന്ന സാധനം പെഡൽ. അങ്ങനെയുള്ള ഒരു സൈക്കിളും ഉണ്ട്. അപ്പോൾ സൈക്കിൾ ഉണ്ട്, വസ്ത്രമുണ്ട്, അതിൻ്റെ അവസ്ഥ എന്താണ്, ഇതൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഷീ ഈസ് എ പൂവർ ഗേൾ, ഇസ് ഇറ്റ്? അല്ലേ? അവളൊരു പാവപ്പെട്ട പെൺകുട്ടിയാണെന്ന് മനസ്സിലായി. A church of St. Aloysius was not so very far. ഈ അവിടെ ഉണ്ടായിരുന്ന ഒരു സെന്റ് എലോഷ്യസ് എന്ന് പറയുന്ന ഒരു പള്ളി വാസ് നോട്ട് സോ വെരി ഫാർ. അത് വളരെ അകലായിരുന്നില്ല, വളരെ അടുത്തുള്ള ഒരു പള്ളിയാണ് ചർച്ച് ഓഫ് സെന്റ് എലോഷ്യസ്. ഷി ഡിഡ് എ ലോട്ട് ഓഫ് നിറ്റിംഗ്. അവൾ ഒരുപാട് തുന്നലുണ്ടായിരുന്നു. തുന്നുന്ന വർക്കാണ് അവൾക്കുള്ളത്. തുന്ന നിറ്റിംഗ് ഫോർ ദ ചർച്ച് ബസാർ. ചർച്ച് ബസാറിന് വേണ്ടി അവർ ഒരുപാട് നൂലുകൾ നൂറ്റ് തുന്നി കൊടുക്കാറുണ്ട്. മിസ്ഗി ലുക്ഡ് അപ്പ് ദ സ്റ്റാർലൈറ്റ്. മിസ്ഗി നക്ഷത്രങ്ങൾ നോക്കിയിട്ട് ഇങ്ങനെ പറയും. മിസ്ഗി ലുക്ഡ് അപ്പ് അറ്റ് ദ സ്റ്റാർലൈറ്റ്. നക്ഷത്രങ്ങളിലേക്ക് മിസ്ഗി നോക്കും. ആൻഡ് സെറ്റ്, എന്നിട്ട് പറയും, ഡസ് എനിവൺ കെയർ? ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ദാറ്റ് ഐ ലിവ് ഓൺ എ ക്ലൗഡൻ ടെറസ്. ഞാൻ ഈ ക്ലൗഡൻ ടെറസിൽ ജീവിക്കുന്നു എന്ന കാര്യം ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ഓൺ 100 pounds എ ഇയർ. ഒരു കൊല്ലത്തിൽ 100 പൗണ്ടിന് വേണ്ടി. 100 പൗണ്ടാണ് എൻ്റെ അധ്വാനത്തിൻ്റെ എൻ്റെ വരുമാനം. ഒരു കൊല്ലം 100 പൗണ്ട്. അങ്ങനെ ഒരു കൊല്ലം 100 പൗണ്ട് മാത്രം സമ്പാദിച്ച് ഈ ക്ലൗഡൻ ടെറസിൽ ഞാൻ ജീവിക്കുന്നു എന്ന കാര്യം ആരെങ്കിലും കെയർ ചെയ്യുന്നുണ്ടോ? ഇത് ശരിക്കും പറഞ്ഞാൽ അവൾ സമൂഹത്തിൽ എത്രമാത്രം ഒറ്റപ്പെട്ടവളാണ്, അല്ലെങ്കിൽ അവൾ എത്രമാത്രം പരിഗണിക്കപ്പെടാത്തവളാണ് എന്ന് അറിയിക്കുന്നൊരു വാക്കാണിത്, അല്ലേ? Does anyone care that I live on Cloughton Terrace on 100 pounds a year? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വരിയാണത്. ഈ കവിതയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വരിയാണ് ഈ പറഞ്ഞത്. ഞാൻ ഈ ക്ലൗഡൻ ടെറസിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം ആർക്കെങ്കിലും ശ്രദ്ധ ഉണ്ടോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഷു ഡ്രീംഡ് എ ഡ്രീം വൺ ഈവനിങ്. അവള് ഒരു സ്വപ്നം കണ്ടു. ഒരു വൈകുന്നേരം അവളൊരു സ്വപ്നം കണ്ടു. സ്വപ്നം എന്ന് പറഞ്ഞാൽ അവളുടെ ഒരു സ്വപ്നമാണ്. അവൾ കാണുന്ന സ്വപ്നം ഞാൻ ഇങ്ങനെ ആവണം എന്നുള്ളത്. എന്താണ് ആ സ്വപ്നത്തിലുണ്ടായത്? ഷി വാസ് ദ ക്യൂൻ ഓഫ് ഫ്രാൻസ്. അവള് ഫ്രാൻസിന്റെ രാജ്ഞിയായി മാറിയിരിക്കുന്നു. ആൻഡ് ദ വിഗർ ഓഫ് സെന്റ് എലോഷ്യസ്. എന്നിട്ട് സെന്റ് എലോഷ്യസ് പള്ളിയിലെ വികാരിയച്ഛൻ, വികാർ എന്ന് പറഞ്ഞാൽ വികാരിയച്ഛൻ, ആസ്ക്ഡ് ഹെർ മെജസ്റ്റി ടു ഡാൻസ്. അവളോട് ഡാൻസ് ചെയ്യാൻ പറയണം. അത് വലിയൊരു അംഗീകാരമാണ്. അതായത് അവൾക്ക് സമൂഹത്തിൽ അങ്ങനെ ഒരു സംഗതി കിട്ടണം എന്ന് അവളുടെ ഒരു ആഗ്രഹത്തെ അവൾ പ്രകടിപ്പിക്കുകയാണ്. അതനുസരിച്ചാണ് അവളെ പറഞ്ഞത്. ഒരു സ്വപ്നം കാണാണ്, എന്താണ്, ഫ്രാൻസിലെ ക്യൂനായിട്ട് മാറണം ഞാൻ. എന്നിട്ട് സെന്റ് അലോഷ്യസ് വികാർ എന്നോട് വന്നിട്ട് പറയാണ്, നിങ്ങൾ ഡാൻസ് ചെയ്യൂ എന്ന് പറയാം. ബട്ട് എ സ്റ്റോം ബ്ലൂ ഡൗൺ ദ പാലസ്. പക്ഷേ ആ കൊട്ടാരത്തിനെ ഒരു കൊടുങ്കാറ്റ് വന്നടിച്ചാണ് കൊണ്ടുപോയി. സ്വപ്നമായിട്ട് മാറി നടത്തും. എല്ലാം തകർന്നു പോയി. ഷി വാസ് ബൈക്കിംഗ് ത്രൂ എ ഫീൽഡ് ഓഫ് കോൺ. ഒരു കോൺ ഫീൽഡിലൂടെ, ഈ കോൺ എന്ന് പറഞ്ഞ ഒരു നെല്ല് പോലുള്ള കോൺ, എന്താ പറയാ, ഗോതമ്പ് മാവിന്റെ പാടത്തിലൂടെ അവൾ ബൈക്ക് ചെയ്തുകൊണ്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആൻഡ് എ ബുൾ വിത്ത് ദ ഫേസ് ഓഫ് ദ വികാർ വാസ് ചാർജിങ് വിത്ത് ലോവേർഡ് ഹോൺ. ആൻഡ് എ ബുൾ, ഒരു കാള, ഒരു ബുള്ള്, വിത്ത് ദ ഫേസ് ഓഫ് വികാർ, ഈ വികാറിന്റെ മുഖത്തോടു കൂടിയ, വികാരി അച്ഛന്റെ മുഖത്തോടു കൂടിയ ഒരു ബുൾ വാസ് ചാർജിങ് വിത്ത് ലോവേർഡ് ഹോൺ. താഴ്ത്തിപ്പിടിച്ച കൊമ്പുകളുമായിട്ട് ലോവേർഡ് ഹോൺ ഇവളുടെ പിന്നാലെ വരികയാണ്. ഇപ്പോൾ ആ സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിലുണ്ടായിരുന്ന കൊട്ടാരം പെട്ടെന്ന് കാറ്റത്ത് തകർന്നുപോയി. അതിൽ ഇവളൊരു കോൺഫീൽഡിന്റെ ഉള്ളിലൂടെ അങ്ങനെ ബൈക്ക് ഓടിച്ചു പോവുകയാണ്. പിന്നിൽ ആര് വരുന്നുണ്ട്? കാള വരുന്നുണ്ട്. ആ കാളയുടെ മുഖം ആരുടെ മുഖമാണ്? ഫേസ് ഓഫ് വികാർ ആണ്. ആ കാളക്ക് ലോവേർഡ് ഹോൺ ഉണ്ട്, ഒരു താഴ്ത്തിപ്പിടിച്ച ഒരു കമ്പുണ്ട്. ഷി കുഡ് ഫീൽ ഹിസ് ഹോട്ട് ബ്രെത്ത് ബിഹൈൻഡ് ഹെർ. He was going to overtake. She could feel his hot breath behind her. ഈ വികാരി അച്ഛന്റെ ചൂടുള്ള ശ്വാസം അവളെ പിന്നിൽ അവൾ അനുഭവിച്ചറിഞ്ഞു. തൊട്ടടുത്തെത്തി നടത്തും. She could feel his hot breath behind her. അവന്റെ ചൂടുള്ള ബ്രെത്ത് അവളുടെ തൊട്ടടുത്തെത്തി. He was going to overtake. അവൻ ഓവർടേക്ക് ചെയ്യുമ്പോൾ വികാരി അച്ഛൻ. And the bicycle went slower. ഓടിക്കൊണ്ടിരിക്കുന്ന ആ സൈക്കിൾ ഉണ്ടല്ലോ, അത് മെല്ലെ ആയി. ബിക്കോസ് ഓഫ് ദാറ്റ് ബാക്ക് പെഡൽ ബ്രേക്ക്. ആ കേടായിട്ടുള്ള പെഡൽ ബ്രേക്ക് കാരണം ഈ സൈക്കിൾ മെല്ലെ പോകാൻ തുടങ്ങി. വികാരി അച്ഛൻ അവളെ കടന്നുപോയി. Summer made the trees a picture. Winter made them a wreck. Summer made the trees a picture. സമ്മർ കാലം ശരിക്കും പറഞ്ഞാൽ
ഈ മരങ്ങളെ ഒരു ചിത്രമാക്കി മാറ്റും. എന്ന് പറഞ്ഞാൽ മരങ്ങളൊക്കെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. വിന്റർ മെയ്ഡ് ദം wreck. വേനൽക്കാലം വരുമ്പോൾ അത് കംപ്ലീറ്റ് തകർന്നു പോകും, ഇല്ലാണ്ടാവും. ഇലകളൊക്കെ പൊഴിഞ്ഞ് അതില്ലാണ്ടായി മാറും. എന്ന് പറഞ്ഞതുപോലെയാണ് അവളെ സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ അത് എഴുന്നേറ്റ് വന്നപ്പോഴേക്കും അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഷീ ബൈസിക്കിൾ ടു ദ ഈവനിങ് സർവീസ്. ഈവനിങ് സർവീസിന് വേണ്ടി അവള് ബൈസിക്കിൾ യാത്ര ചെയ്യണം. ഈവനിങ് സർവീസ് പറഞ്ഞ ചർച്ച് ബസാറിലാണ് അവള് നിറ്റിംഗ് ചെയ്യുന്ന സർവീസാണ് അവളെ പരിപാടി, അല്ലേ? വോയിച്ച് ഹെർ ഗ്ലോത്ത്സ് ബട്ടൻഡ് അപ് ടു ഹെർ നെക്ക്. അവളുടെ വസ്ത്രങ്ങളുമായിട്ട് ബട്ടൺ അപ് ടു ഹെർ നെക്ക്. അവളുടെ നെക്ക്, അവളുടെ കഴുത്തിന്റെ അത്ര ഉയരത്തിലെത്തിയിട്ടുണ്ട്. വസ്ത്രങ്ങളൊക്കെ തുന്നിയ വസ്ത്രങ്ങളൊക്കെ അടുക്കി വെച്ച് അവളുടെ കഴുത്തിന്റെ അത്ര ഉയരത്തിലെത്തിയിട്ടുണ്ട്. ആ വസ്ത്രങ്ങളുമായിട്ട് അവൾ ഈവനിങ് സർവീസിന് പോകണം. ഷി പാസ്ഡ് ബൈ ദ ലവിങ് കപ്പിൾസ്. അവള് നല്ല പ്രണയാതുരമായിട്ടുള്ള ഒരു ദമ്പതികൾക്കരികിലൂടെ കടന്നുപോയി. ഷി പാസ്ഡ് ബൈ ദ ലവിങ് കപ്പിൾസ്. ഷി ടേൺഡ് ഹെർ ഹെഡ് അവേ. അവളുടെ തല അങ്ങനെ തിരിച്ചു നോക്കി. വീണ്ടും ഷി പാസ്ഡ് ബൈ ദ ലവിങ് കപ്പിൾസ്. ഈ ലവിങ് കപ്പിൾസിന്റെ അരികിലൂടെ അവൾ കടന്നുപോയി. അവളുടെ തല അവരെ നോക്കി. എന്നിട്ട് പോലും ആൻഡ് ദേ ഡിഡ്ന്റ് ആസ്ക് ഹെർ ടു സ്റ്റേ. നിങ്ങൾ ഇവിടെ നിൽക്കൂ എന്ന് അവർ ഇവളോട് ആവശ്യപ്പെട്ടില്ല. അപ്പോ ലോകത്ത് അവർ ഒരു മനുഷ്യൻ പോലും ഇവളെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിലേക്കാണ് കവിത നമ്മൾ കൊണ്ടുപോകുന്നത്. മിസ്ഗി സാറ്റ് ഇൻസൈഡ് എയ്സൽ. മിസ്ഗി ഒരു ഭാഗത്തിരുന്നു. ഷി ഹിയർഡ് ദ ഓർഗൻ പ്ലേ. ഒരു ചന്തയുടെ ഭാഗത്താണ്. ഷി ഹിയർഡ് ദ ഓർഗൻ പ്ലേ. ഒരു വാദ്യോപകരണം പ്ലേ ചെയ്യുന്നവൾ കേട്ടു. ആൻഡ് ദ കൊയർ സാങ് സോ സ്വീറ്റ്ലി. അവിടെയുള്ള കൊയർ എന്ന് പറഞ്ഞാൽ ഗായക സംഘം വളരെ മനോഹരമായിട്ട് പാടി. അത് എൻഡിങ് ഓഫ് ദ ഡേ, ആ ദിവസത്തിന്റെ അവസാനം സായാഹ്നത്തിൽ, ആ രാത്രിയിൽ ആ കൊയർ സംഘം മനോഹരമായിട്ട് പാടി. മിസ്ഗി നെൽ ഡൗൺ ഇൻ ദ സൈഡ് എസിൽ. മിസ്ഗി ആ പള്ളിയുടെ ഉള്ളിലുള്ള ഒരു ഭാഗമാണ് സൈറ്റ് ഐസിൽ എന്ന് പറയുന്നത്, അൾത്താരയുടെ അടുത്ത് കിടക്കുന്ന ഭാഗം. അവിടെ മുട്ടുകുത്തി ഇങ്ങനെ ഇരുന്നു. ഷി നെൽറ്റ് ഡൗൺ ഓൺ ഹെർ നീസ്. അവളുടെ മുട്ടിൽ അവൾ ഇങ്ങനെ കുത്തിയിരുന്നു. എന്നിട്ട് അവൾ പറയാം, ലെറ്റ് മീ നോട്ട് ഇൻ ടു ടെംപ്റ്റേഷൻ. എന്നെ എൻ്റെ വികാരങ്ങൾക്ക് അനുസരിച്ച് കൊണ്ട് നയിക്കല്ലേ. ബട്ട് മേക്ക് മീ എ ഗുഡ് ഗേൾ. എന്നെ ഒരു നല്ല പെൺകുട്ടിയാക്കുമോ പ്ലീസ്. ദൈവത്തോട് അപേക്ഷിക്കുകയാണ് അവൾ. എന്നെ ഒരിക്കലും എൻ്റെ വികാരങ്ങൾക്കനുസരിച്ച് ജീവിപ്പിക്കരുത്. എന്നെ ഒരു നല്ല പെൺകുട്ടിയാക്കി നിങ്ങൾ ജീവിപ്പിക്കണേ. The days and nights went by her. The days and nights went by her. രാത്രികളും പകലുമുളകളും ഒക്കെ അവളുടെ അരികിലൂടെ കടന്നുപോയി. Like waves around a comic wreck. കോർമിക് റെക്ക് എന്ന് പറഞ്ഞാൽ കോർമിക് എന്ന പേരുള്ള ഒരു കപ്പൽ തകർന്നു. ആ തകർന്ന കപ്പലുകൾക്ക് അരികിലൂടെ തിരമാലകൾ കടന്നു പോകുന്നത് പോലെ രാത്രികളും പകലുകളും അവളെ കടന്നുപോയി. ഷി ബൈസിക്കിൾഡ് ഡൗൺ ടു ദ ഡോക്ടർ. അവള് ഇപ്പോൾ ഡോക്ടറുടെ അടുത്തേക്കാണ് ബൈസിക്കിൾ ചെയ്തു പോകുന്നത്. സൈക്കിൾ എടുത്ത് ഡോക്ടറുടെ അടുത്തേക്ക് പോയി. വോയിറ്റ്സ് ഹെർ ക്ലോത്ത്സ് ബട്ടൻഡ് അപ് ടു ഹെർ നെക്ക്. ഈ വസ്ത്രങ്ങൾ അവളുടെ കഴുത്തുവരെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഷി ബൈസിക്കിൾ ഡൗൺ ടു ദ ഡോക്ടർ. അവൾ ഡോക്ടറുടെ അടുത്തേക്ക് ബൈസിക്കിൾ ചെയ്തു പോയി. ആൻഡ് റാങ് ദ സർജറി ബെൽ. ഡോക്ടറുടെ അവിടെ ഉണ്ടായിരുന്ന സർജറി ബെല്ല് അവൾ നെക്കി. എന്നിട്ട് പറഞ്ഞു, ഓ ഡോക്ടർ, ഐ ഹാവ് എ പെയിൻ ഇൻസൈഡ് ടു മീ. ഡോക്ടർ, ഐ ഹാവ് എ പെയിൻ ഇൻസൈഡ് ടു മീ. എൻ്റെ ഉള്ളിൽ എനിക്കൊരു വേദന തോന്നുന്നു. ആൻഡ് ഐ ഡോണ്ട് ഫീൽ വെരി വെൽ. എനിക്ക് സുഖം തോന്നുന്നില്ല എന്ന് ഡോക്ടറോട് അവളൊന്ന് പറഞ്ഞവള്. ഡോക്ടർ തോമസ് ലുക്ഡ് ഹെർ ഓവർ. ഡോക്ടർ തോമസ് അവളൊന്നും ഇങ്ങനെ നോക്കി. ആൻഡ് then he looked some more. ഒന്നുകൂടി നോക്കി. ആൻഡ് then looked some more. walked over hit wash basin. എന്നിട്ട് വാഷ് ബേസിന്റെ അവിടേക്ക് നടന്നുപോയി. ആൻഡ് said, എന്നിട്ട് പറഞ്ഞു, why didn't you come before? നീ എന്തേ മുന്നേ വരാതിരുന്നത്? നിനക്ക് സീരിയസ് ആയ രോഗമുണ്ട്, ഇപ്പോഴൊന്നല്ല വരേണ്ടത്. അപ്പോ ആ ഒരു സൊസൈറ്റിയിൽ ഒരു വളരെ പാവപ്പെട്ട ഒരു പെൺകുട്ടി രോഗത്തെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഡോക്ടർ തോമസ് സാറ്റ് ഓവർ ഹിസ് ഡിന്നർ. ഡോക്ടർ തോമസ് അവരുടെ ആ ഡിന്നർ കഴിക്കുന്ന മേശന്റെ അപ്പുറത്തിരുന്നു. ഹിസ് വൈഫ് വാസ് വെയിറ്റിംഗ് ടു റിംഗ്. അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ ഒരു റിംഗ് ഇടാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. റോളിംഗ് ഹിസ് ബ്രെഡ് ഇൻ ടു പെലറ്റ്സ്. അദ്ദേഹത്തിന്റെ ബ്രെഡ്, കഴിക്കാനുള്ള ബ്രെഡ് ആ പ്ലേറ്റിൽ ഇങ്ങനെ മറിച്ചുകൊണ്ട് സെറ്റ്. അദ്ദേഹം പറഞ്ഞു, ക്യാൻസർ ഈസ് എ ഫണ്ണി തിങ്. ക്യാൻസർ ഒരു തമാശ നിറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അവൾക്ക് ക്യാൻസറാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഡോക്ടർ തോമസ് എത്ര കാഷ്വൽ ആയിട്ടാണ് വർത്തമാനം പറയണത്. എങ്ങനെ
ഒരു ഡിന്നറിന്റെ മേശന്റെ അപ്പുറത്തിരുന്നിട്ട് വൈഫ് അപ്പുറത്തിരുന്നിട്ട് ഇങ്ങനെ വെറുതെ നോക്കി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മുന്നിലുള്ള പ്ലേറ്റിൽ ഇങ്ങനെ ആ മറ്റേ ഭക്ഷണപാത്രങ്ങൾ അങ്ങനെ ഉരുട്ടി ഉരുട്ടി ഇങ്ങനെ ബ്രെഡ് ആയിരിക്കും. ആ ബ്രെഡ് ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറയണം, നിങ്ങൾക്ക് ക്യാൻസർ ആണ്. സീരിയസ് ആയിട്ടല്ല അതിനെ സമീപിക്കുന്നത്, വളരെ കാഷ്വലായിട്ട് സമീപിക്കണം. ക്യാൻസർ ഈസ് എ ഫനി തിങ്. നോബഡി നോസ് വാട്ട് ദ കോസ് ഈസ്. എന്നിട്ട് പറയണം, നോബഡി നോസ് വാട്ട് ദ കോസ് ഈസ്. എന്താണ് അതിന്റെ കാരണം എന്ന് ആർക്കും അറിയില്ല. Though some pretend they do. Though some pretend they do. അവർക്ക് കാരണം അറിയാമെന്ന് ചില ആളുകൾ ധരിക്കുന്നുണ്ടെങ്കിൽ പോലും, though some pretend, ചില ആളുകൾ ധരിക്കുന്നുണ്ടെങ്കിൽ പോലും, they do, അവർക്ക് അറിയാം, കാരണം അറിയാം എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ പോലും സത്യത്തിൽ ആർക്കും അതിന്റെ കാരണം അറിയില്ല. ഇറ്റ്സ് ലൈക്ക് സം ഹിഡൻ അസാസിൻ. അതൊരു ഒളിഞ്ഞു കിടക്കുന്ന ഒരു കൊലയാളിയെ പോലെയാണ്. ഹിഡൻ അസാസിൻ വെയിറ്റിംഗ് ടു സ്ട്രൈക്ക് അറ്റ് യു. നിങ്ങളെ നശിപ്പിക്കാൻ കാത്തിരിക്കുന്ന ഒരു ഹിഡൻ അസാസിനാണ് ക്യാൻസർ എന്ന് പറയുന്നത്. കണ്ടോ? അടുത്ത അദ്ദേഹത്തിന്റെ വാക്ക് നോക്കൂ. ചൈൽഡ്ലെസ് വിമൻ ഗെറ്റ് ഇറ്റ്. കുട്ടികളില്ലാത്ത സ്ത്രീകൾക്കാണ് അത് പെട്ടെന്ന് വരിക. ചൈൽഡ്ലെസ് വിമൻ ഗെറ്റ് ഇറ്റ് ആൻഡ് മെൻ ദെൻ വെൻ ദേ റിട്ടയർ. ആണുങ്ങൾക്ക് അത് വരും വെൻ ദേ റിട്ടയർ. അവരവരെ പണിയൊക്കെ ഒഴിഞ്ഞ് എല്ലാ പണികളും കഴിഞ്ഞ് 10-60 വയസ്സായിട്ട് വിശ്രമിക്കുമ്പോഴാണ് ആണുങ്ങൾക്ക് അത് വരാറുള്ളത്. ഇറ്റ് ഈസ് ആസ് ഇഫ് ദർ ഹാഡ് ടു ബി സം ഔട്ട്ലെറ്റ് ഫോർ ദയർ ഫോയിൽഡ് ക്രിയേറ്റീവ് ഫയർ. ഇറ്റ് ഈസ് ആസ് ഇഫ് ദർ ഹാഡ് ടു ബി സം ഔട്ട്ലെറ്റ്. അതിനെന്തൊക്കെയോ ചില ഔട്ട്ലെറ്റുകൾ ഉള്ളതുപോലെ, അതിനെന്തോ ചില നമ്മൾ ഷോപ്പിനൊക്കെ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞ പോലെ ഒരു പുറം ബ്രാഞ്ചുകൾ ഉള്ളതുപോലെ, ഫോർ ദയർ ഫോയിൽഡ് ക്രിയേറ്റീവ് ഫയർ. അവരുടെ ഈ വളരെ കട്ടിപിടിച്ച ഈ ഒരു അഗ്നിയെ അങ്ങനെ അങ്ങനെ ഭയങ്കര തീ, ആ തീക്ക് എന്താ ഔട്ട്ലെറ്റ് ഉള്ളതുപോലെ പെണ്ണുങ്ങൾക്ക് ചൈൽഡ്ലെസ് പെണ്ണാണെങ്കിൽ പെട്ടെന്ന് വരും, ആണുങ്ങൾ റിട്ടയർ ചെയ്യുമ്പോഴാണ് വരാറുള്ളത്. ഹിസ് വൈഫ് ഷി റാങ് ഫോർ ദ സെർവന്റ്. അദ്ദേഹത്തിന്റെ ഭാര്യ സെർവന്റിനെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെല്ലടിച്ചു. സെറ്റ്. എന്നിട്ട് പറഞ്ഞു, ഡോണ്ട് ബി സോ മോർബിഡ് ഡിയർ, ഡോണ്ട് ബി സോ മോർബിഡ് ഡിയർ. നിങ്ങൾ ഇത്രയും ക്രൂരമായിട്ട് പറയല്ലേ എന്ന് ഭാര്യ പറഞ്ഞു. ഹി സെഡ്. അദ്ദേഹം പറഞ്ഞു, ഐ സോ മിസ് ഗീ ദിസ് ഈവനിങ്. ഐ സോ മിസ് ഗീ ദിസ് ഈവനിങ്. ഇന്ന് വൈകുന്നേരമാണ് ഞാൻ മിസ് ഗീയെ കണ്ടത്. ആൻഡ് ഷി ഹാസ് ഗോൺ, ഐ ഫിയർ. എനിക്ക് ഉറപ്പുണ്ട് അവൾ മരിച്ചു പോകും. ഇന്നത്തോടുകൂടി ചിലപ്പോൾ മരിച്ചു പോകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കുറച്ചുകൂടി നേരത്തെ വരികയായിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു. They took Miss Gee to the hospital. അങ്ങനെ അവസാനം മരിച്ചു. അവസാനം അവർ they took Miss Gee to the hospital. മിസ് ഗീയെ അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. She lay there a total wreck. കംപ്ലീറ്റ് മരിച്ച് അവിടെ കിടന്നവള്. ടോട്ടൽ റെക്ക്, കംപ്ലീറ്റ് നശിച്ച് അവൾ ആ ഹോസ്പിറ്റലിലെ ബെഡിൽ കിടന്നു. ലേ ഇൻ ദ വാർഡ് ഫോർ വിമൻ. സ്ത്രീകൾക്കുള്ള ഒരു വാർഡിൽ അവൾ കിടന്നു. വൈറ്റ് ഹെർ ബെഡ് ക്ലോത്ത്സ് റൈറ്റ് അപ്പ് ടു ഹെർ നെക്ക്. അവളുടെ നെക്ക് വരെ ബെഡ് ക്ലോത്ത് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ആശുപത്രി പോകുമ്പോൾ ക്ലോത്ത് ഇട്ടിട്ടുണ്ടാവും അതുപോലെ. They lay her on the table. അവര് അവളെ ടേബിളിൽ കിടത്തി. The students began to laugh. കുട്ടികൾ ചിരിക്കാൻ തുടങ്ങി. അതായത് മരിച്ച് ഇയാൾ മയ്യത്തായി, ആ ശരീരം കൊണ്ടുപോയി ഇപ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ കൊടുത്തിരിക്കണം ആശുപത്രിയിൽ എന്ന് പറഞ്ഞാൽ മരിച്ചാൽ പോലും അവർ ഏറ്റെടുക്കാൻ ആൾക്കാരില്ല. കണ്ടോ? മരിച്ചാൽ പോലും അവരെ ഏറ്റെടുക്കാൻ ആൾക്കാരില്ല. അപ്പൊ the students began to laugh. ആ ഒരു വാക്കിൽ നമുക്കത് മനസ്സിലാവുക. കുട്ടികള് ചിരിക്കാൻ തുടങ്ങി. ആൻഡ് മിസ്സിസ് റോസ് ദ സർജൻ, അവിടെ ഉണ്ടായിരുന്ന സർജന്റെ പേരാണ് മിസ്സിസ് റോസ്. മിസ്റ്റർ റോസ്, മിസ്സിസ് അല്ല, മിസ്റ്റർ റോസ്. ഹി കട്ട് മിസ് ഗീ ഇൻ ഹാഫ്. മിസ് ഗീ അദ്ദേഹം പകുതിയാക്കി ഇങ്ങനെ ഛേദിച്ചു. മിസ്റ്റർ റോസ് ഹി ടേൺ ടു ഹിസ് സ്റ്റുഡൻസ്. മിസ്റ്റർ റോസ് തന്റെ വിദ്യാർത്ഥികൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ജെന്റിൽമാൻ ഇഫ് യു പ്ലീസ്, നോക്കൂ, we seldom see a sarcoma as far advanced as this. ഇത്ര ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ശരീരം നമുക്ക് കാണാൻ തന്നെ കിട്ടില്ല കേട്ടോ. നോക്കൂ, ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ശരീരം തന്നെ നമുക്ക് കാണാൻ പോലും കിട്ടില്ല. ഇതിലെല്ലാം ഉണ്ട് എന്നർത്ഥം. The took off had the table. അവരവളെ ടേബിളിൽ നിന്ന് പുറത്തെടുത്തു. wheeled away Miss Gee. അവര് മിസ് ഗീയെ കൊണ്ടുപോയി. wheeled away എന്ന് പറഞ്ഞ ആ ടേബിളിലെ ചക്രം ഉണ്ടാവുമല്ലോ, അതിൽ ഉരുട്ടി കൊണ്ടുപോയി. down to another department, മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക്. where they study anatomy. അവരിഞ്ഞ് അവിടെ പോയിട്ട് പഠിക്കാൻ പോണത് അനാറ്റമിയാണ്, ഈ ബോഡിയുടെ അനാറ്റമിയാണ്. they hung her from the ceiling. അവര് ഈ പെൺകുട്ടിയെ ആ സീലിംഗിൽ ഇങ്ങനെ പൊക്കി പിടിച്ചു. യെസ്, they hung up Miss Gee. അതായത് മിസ് ഗീ അവരിങ്ങനെ തൂക്കിയിട്ടു. and a couple of Oxford groupers. ഓക്സ്ഫോർഡിലുള്ള ഒരു ടീം കെയർഫുള്ളി ഡിസെക്റ്റഡ് ഹെർ നീ. വളരെ ശ്രദ്ധയോടുകൂടി അവളുടെ മുട്ട്
ഡിസെക്റ്റഡ്, വേർതിരിച്ചെടുത്തു. എന്നിട്ട് അത് പഠിക്കാൻ പോവാണ്, അല്ലെങ്കിൽ അത് വേറെ ആർക്കും കൊടുക്കാൻ പോവാണ്. നോക്കൂ, ഇതാണ് ഈ കവിത. വളരെ സിമ്പിളാണ് കവിത, പക്ഷെ ഒരു കേൾക്കുമ്പോൾ നമുക്കൊരു ട്രാജഡി നോട്ട് ഉണ്ട് അല്ലേ? ഒരു ട്രാജഡി, ഒരു പാവം തോന്നുന്നുണ്ട് ആ പെൺകുട്ടിയെ കുറിച്ച് അല്ലേ? അപ്പോൾ ഇതിൽ ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഈ ഡോക്ടറുടെ കാഷ്വൽ സമീപനങ്ങൾ, ഇവിടെ നമ്മൾ സമ്മറിയിൽ ഇതൊക്കെ പറയുന്നുണ്ടാവും. നിങ്ങൾ സമ്മറി ജസ്റ്റ് വായിച്ചു നോക്കണം. ഇതിൽ പ്രധാനപ്പെട്ട ചില തീംസുകൾ, ഇൻട്രൊഡക്ഷൻ ടു മിസ് ഗീസ് ക്യാരക്ടർ, മിസ് ഗിയുടെ ക്യാരക്ടർ എന്താണെന്നതിൽ പറയുന്നുണ്ട് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അവളുടെ റുട്ടീൻ എന്താ പറയുന്നത്, അവളുടെ ഡ്രീംസ് എന്താന്ന് പറയുന്നുണ്ട്. അവൾ സോഷ്യൽ ഐസൊലേഷൻ, സാമൂഹികപരമായിട്ട് അവൾ എത്രമാത്രം ഒറ്റപ്പെടുന്നു എന്നതിൽ പറയുന്നുണ്ട്. അതൊക്കെ ആ കപ്പിളരിയിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ അവളെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലും ഇല്ല. ഇൽനെസ് ആൻഡ് ഡയഗ്നോസിസ്, അവൾക്ക് രോഗം വരുന്നു, പരിശോധിക്കുന്നത് എങ്ങനെ പരിശോധിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റലൈസേഷൻ ചെയ്യപ്പെടുന്നു, അവൾ മരിക്കുന്നു, ഐറണി ആൻഡ് ക്രിട്ടിക്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കവിതയാണ്, രസകരമുള്ള കവിതയാണ്. ഇനി അതിൻ്റെ ഒരു ഫീച്ചർ, സ്റ്റൈലിസ്റ്റിക് ഫീച്ചർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അത് ഏത് രൂപത്തിലാണ്, ബലാഡ് ഫോമിലാണ് എഴുതിയിട്ടുള്ളത്, നമ്മുടെ നാടൻ പാട്ടിൻ്റെ. ഇതിൽ ഐറണികൾ കാണാൻ പറ്റും, അതുപോലെ ഇമേജറികൾ കാണാൻ പറ്റും, സോഷ്യൽ നോംസുകൾ ഇതിൽ ക്രിട്ടിക് ചെയ്യുന്നത് കാണാൻ പറ്റും. അതിനുശേഷം നമ്മളിവിടെ ഓരോ ചോദ്യത്തിന് ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങളത് ജസ്റ്റ് വായിച്ച് നോക്കാം. ഓക്കെ, റൈറ്റ്.